8 GB ഗ്രാഫിക് കാർഡുള്ളവർ ഭാഗ്യവാന്മാർ. കാരണം ഇനി അങ്ങോട്ട് 8 GB ആയിരിക്കും സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സംഭവിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് വിൻഡോസ് 11 അപ്ഡേറ്റിലൂടെ NVIDIA GPU നിങ്ങൾക്കുണ്ടെങ്കിൽ ചെറിയൊരു പണി അവിടെയും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചൈനീസ് മെമ്മറി മേക്കേഴ്സ് ഒരു പക്ഷേ ഈ ഒരു ഇൻഡസ്ട്രിയെ, ഈ റാം ഷോർട്ടേജസിന് ഇൻഡസ്ട്രിയെ സേവ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വന്നേക്കാം. NVIDIAയുടെ സൂപ്പർ സീരീസ് ഗ്രാഫിക്സ് കാർഡിന്റെ ലോഞ്ച് എല്ലാം ഡിലേ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ജനറേഷൻ ഒരുപാട് കാലം നീണ്ടു നിന്നേക്കാം. റാം പ്രൈസസ് ഇപ്പോഴും ഒരു രക്ഷയില്ല ഗൈസ്, വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. PS5ന്റെ സെയിൽസ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മാർച്ച് റിലീസ് ആകാനിരിക്കുന്ന ക്രിംസൺ ഡെസേർട്ട് എന്ന് പറയുന്ന ഒരു ഗെയിം ഏകദേശം 2 മില്യൺ ആൾക്കാർ വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് വിശേഷങ്ങൾ. മറ്റൊരു PC ഹാർഡ്വെയർ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം മുമ്പ് വരെ പറഞ്ഞിരുന്നത് 8 GB വീറാമുള്ള കാർഡുകൾ ഒരിക്കലും മേടിക്കരുത്, അത് 1080p ഗെയിമിങ്ങിന് പെർഫോമൻസിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, മണ്ടത്തരവാണ്, പൈസ കൊടുത്ത് മേടിക്കുന്നത് മണ്ടനാണ്. അപ്പോൾ ഈ വർഷം പറയുന്നു 8 GB കാർഡുകളാണ് ഇനി അങ്ങോട്ട് നമ്മൾക്ക് കൺസ്യൂമർ, അതായത് നമ്മൾ ഗെയിമേഴ്സിന് പറ്റിയ കാർഡുകൾ. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, ഈ റാമിൻ്റെ പ്രൈസ് കൂടി കാരണം ഈ നമ്മളുടെ ഗ്രാഫിക് കാർഡുകളുടെ പ്രൈസും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാഫിക് കാർഡിൻ്റെ വാല്യൂ ഡിസൈഡ് ചെയ്യുന്ന ആ പ്രൈസ് ടു പെർഫോമൻസ് സാധനം ഇപ്പോൾ ഒരു കാരണവശാലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് തന്നെ ഇപ്പോൾ ഒരു PC ബിൽഡ് എന്ന് പറയുന്ന സംഭവം യൂസിങ് ന്യൂ പാർട്സ് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ NVIDIA പഴയ RTX 3060 കാർഡുകൾ, അതായത് 8 GB VRAM കാർഡുകളൊക്കെ പതുക്കെ തിരിച്ച് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മളുടെ AMDയും ഇപ്പോൾ 8 GB കാർഡുകൾ വീണ്ടും മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിട്ട്, അതായത് ആ കൺസ്യൂമർ, ആ 8 GB VRAM 1080p ഗെയിമേഴ്സ് ആ ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരും ഈ 9060 XT പോലുള്ള 8 GB വെർഷനുള്ള ആ കാർഡുകളും പിന്നെ പഴയ കുറേ 8 GB VRAM കാർഡുകളും പിന്നെ ചൈനയുടെ മാർക്കറ്റിൽ മാത്രം അവൈലബിൾ ആയിരുന്ന 7650 GRE ഗോൾഡൻ റാബിറ്റ് എഡിഷൻ എന്ന് പറയുന്ന ആ ഒരു കാർഡ് ഇപ്പോൾ യൂണിവേഴ്സൽ ഗ്ലോബലി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡിമാൻഡുള്ളൊരു ചൈനയിൽ നല്ല ഹിറ്റായിട്ടുള്ളൊരു കാർഡ് തന്നെയായിരുന്നു. അപ്പോൾ AMDയും ആ ഒരു പാതയിൽ തന്നെയാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ജാനുവരിയിൽ ഒരു 5-10% പ്രൈസ് ഹൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത പ്രൈസ് ഹൈക്ക് ഇനി ഫെബ്രുവരി മാർച്ച് കാലഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കാം. കാരണം റാമിൻ്റെ പ്രൈസസ് എല്ലാം വീണ്ടും മുന്നോട്ടൊരിക്കുന്നു, ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ചുള്ള സപ്ലൈ ഇല്ല. അപ്പോൾ ഇതെല്ലാം കാരണം കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ കഴിഞ്ഞ ജനറേഷൻ കാർഡുകളിലായിട്ടുള്ള വളരെ അടിപൊളി കാർഡായിട്ടുള്ള ആ 9060 XT 16 GB വേർഷൻ കാർഡ് ഒരു കാരണവശാലും ഇപ്പോൾ എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. നല്ലൊരു കാർഡായിരുന്നു, ഇറങ്ങിയ സമയത്ത് ആ മാർക്കറ്റ് പ്രൈസിൽ ആ അന്നത്തെ സമയത്തുള്ള ആ ഒരു റേറ്റിൽ ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ വാല്യൂ ഒന്നും തന്നെ എന്താ പറയുക യൂസ്ഫുൾ അല്ല. ആ ഒരു ബിൽഡ് ഇപ്പോൾ പണിയാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആവും. അപ്പോൾ ആ ഒരു കാർഡിൻ്റെ വാല്യൂ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ മേടിച്ച ഈ 5060 Ti, ഈ TIയുടെ 16 GB വേർഷനാണ് ഞാൻ മേടിച്ചതിൻ്റെ ഒറ്റ കാരണം എൻ്റെ കുറച്ച് യൂസ് കേസ് വെച്ചിട്ട് എനിക്ക് VRAM വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഈ കുറച്ച് പൈസ അന്ന് മുടക്കി മേടിച്ചത്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളായി. അപ്പോൾ നിങ്ങളിപ്പോൾ വല്ല PC പണിയാനായിട്ട് ഈ വർഷം പുതിയ പാർട്സ് വെച്ച് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഗ്രാഫിക് കാർഡോ അല്ലെങ്കിൽ SSD ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റാം ഇതൊക്കെ എല്ലാം മേടിച്ചു വെക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ യൂസ്ഡ് മാർക്കറ്റിൽ നോക്കുക. കാരണം ഇനി അങ്ങോട്ട് ഞാൻ വീഡിയോ കഴിഞ്ഞ് അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് അത്ര സേഫ് അല്ല PC ബിൽഡിംഗ് അല്ലെങ്കിൽ PC ഗെയിമിംഗ് എന്നുള്ള സംഭവം തന്നെ ചിലപ്പോൾ അടുത്ത 5 വർഷത്തേക്ക് വൈപ്പ് ഔട്ട് ആയേക്കാം. അപ്പോൾ ഈ 8 GBയുടെ ഷിഫ്റ്റ് നമ്മളപ്പോൾ ഓർക്കും. അപ്പോൾ നിങ്ങൾ ഗെയിമേഴ്സ് എന്നുള്ള നിലയിൽ അപ്പോൾ നമ്മൾ ആലോചിക്കാം, അപ്പോൾ 12 GB VRAM ഇല്ലാതെ എൻ്റെ 1440p എങ്ങനെ വർക്ക് ചെയ്യും, 16 GB VRAM ഇല്ലാതെ 4K, ഇതൊക്കെ ചിന്തിക്കുക. അപ്പോൾ ഇതിന് മറ്റൊരു വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗെയിം ഡെവലപ്പേഴ്സും ഈ മീഡിയം സ്പെക്ക് അല്ലെങ്കിൽ ലോ എൻഡ് സ്പെക്കിന് വേണ്ടിയിട്ട് ഗെയിം ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ്ഫുൾ ആണ്. കാരണം അവരുടെ ഗെയിം വിറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മെജോറിറ്റി മാർക്കറ്റിനെ അവർ ഫോക്കസ് ചെയ്യണം. ആ മെജോറിറ്റി മാർക്കറ്റ് ഇന്നും സ്റ്റീം ഹാർഡ്വെയർ സർവേ വെച്ചിട്ട് 1080p ഗെയിമേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാർഡ് ഇറക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഗെയിം ഇറക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 8 GB വേർഷൻ വെച്ചിട്ട് ഗെയിം ഒപ്റ്റിമൈസ് ചെയ്യാൻ അവരും ഫോഴ്സ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ റാമിൻ്റെയും ഗ്രാഫിക് കാർഡിൻ്റെയൊക്കെ പ്രൈസ് കൂടുതൽ കാരണം ചിലപ്പോൾ നമ്മുടെ ഗെയിം ഡെവലപ്പേഴ്സ് ചിലപ്പോൾ ഇപ്പോൾ പതുക്കെ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും എല്ലാവരെയും എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം, എല്ലാവരെയും എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 8 GB ഗ്രാഫിക് കാർഡ് അപ്പോൾ 2026 8 GB ഗ്രാഫിക് കാർഡിന് യാതൊരുവിധ കുഴപ്പവുമില്ല ഇപ്പോഴത്തെ രീതിയിൽ പോക്ക് വെച്ച്. നമ്മുടെ രണ്ടാമത്തെ ചൂടുള്ള വാർത്ത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് 11 യൂസർ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ ഒരു ഓട്ടോമാറ്റിക് സെക്യൂരിറ്റി അപ്ഡേറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. കറക്റ്റ് ആ അപ്ഡേറ്റിന്റെ പേരെന്ന് പറയുന്നത് KB50741009. ഇതൊരു സെക്യൂരിറ്റി ഇഷ്യൂവിന്റെ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം
എൻവിഡിയയുടെ ഗ്രാഫിക് കാർഡാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ്, ഇപ്പം നിങ്ങൾ യൂഷ്വലി കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിംസിൽ ചിലപ്പോൾ ഒരു പെർഫോമൻസ് ഡിപ്പ് കണ്ടേക്കാം. അത് ഈ അപ്ഡേറ്റ് കാരണം കൊണ്ട് മാത്രം സംഭവിച്ച ഒരു പെർഫോമൻസ് ഇഷ്യൂ ആണ്. അപ്പോൾ എൻവിഡിയ ഒഫീഷ്യലായിട്ട് പറഞ്ഞത് ഈ ഒരു അപ്ഡേറ്റ് തൽക്കാലം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക എന്നാണ്. അപ്ഡേറ്റിലൂടെ വന്നിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറഞ്ഞത് 15 തൊട്ട് 20 FPS വരെ നമുക്ക് ഗെയിമിൽ നഷ്ടപ്പെട്ടേക്കാം. പിന്നെ സ്ക്രീൻ ഫ്ലിക്കറിങ്, പിന്നെ ഈ വിഷ്വൽ ആയിട്ടുള്ള കുറേ ഗ്ലിച്ചസ്, ആർട്ടിഫാക്ട്സ് പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നില്ല. പിന്നെ ഫ്രെയിം ജനറേഷൻ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് റൺ ചെയ്യുന്നില്ല. മൊത്തത്തിൽ ഗെയിം ഇത്തിരി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ നിങ്ങളിപ്പോൾ ഗ്രാഫിക് കാർഡിന് കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല, കമ്പ്യൂട്ടർ ചെയ്തിട്ടൊന്നുമില്ല. ഈ വിൻഡോസ് 11 അപ്ഡേറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ കൊണ്ടിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്യൂ ഈസി ആയിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ പ്രോപ്പർ വേ ഒന്നുമില്ല. ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവുക, സെർച്ച് ചെയ്യുക, വിൻഡോസ് അപ്ഡേറ്റ് എന്നുള്ള സംഭവം സെലക്ട് ചെയ്യുക, അതിൽ അപ്ഡേറ്റ് ഹിസ്റ്ററി, എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലത്തെ KB50741109 ഈ ഒരു സംഭവം എടുക്കുക, റിമൂവ് ചെയ്യുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ പഴയ FPS തിരിച്ചു വന്നേക്കാം, ചിലപ്പോൾ സ്കില്ല് തിരിച്ചു വരണമെന്നില്ല. അപ്പോൾ പറഞ്ഞു വന്ന വേറൊന്നും കൊണ്ടിട്ടല്ല, എൻവിഡിയയുടെ കാർഡുകൾ മാത്രമാണ് ഇത് എഫക്റ്റ് ആയിട്ടുള്ളത്. AMD ഇന്റൽ ഗ്രാഫിക് കാർഡുള്ളവർ ഇതിനെക്കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല, നോ ഇഷ്യൂസ്. അപ്പോൾ മൂന്നാമത്തെ ചൂടുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മളുടെ ചൈനീസ് മെമ്മറി മേക്കേഴ്സ്, അതായത് CXMT, നമ്മളുടെ സാംസങ്, മൈക്രോൺ, SK ഹൈനിക്സ്, ഈ ഒരു 3 വലിയ ടീം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തെ വലിയ ഒരു റാം മാനുഫാക്ചർ മെമ്മറി മേക്കേഴ്സ് ആണ് നമ്മളുടെ CXMT എന്ന് പറയുന്ന ആ ഒരു കമ്പനി. അത് ചൈനയിലെ മാർക്കറ്റായിരുന്നു അവർ യൂഷ്വലി ഫോക്കസ് ചെയ്തിരുന്നത്. കാരണം മറ്റുള്ള ലോകത്തിലുള്ള മറ്റുള്ള എല്ലാ സപ്ലൈ നടത്തിയതും ഞാൻ നേരത്തെ പറഞ്ഞ 3 മേജർ പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ 3 മേജർ പ്ലേയേഴ്സ് ഇപ്പോൾ ഏടെ പുറകെ പോയി. ഇപ്പോൾ നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിന് ആർക്കും ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മളുടെ കമ്പനീസായ ഈ HP, Asus, ഇവരുടെ ഡെല്ല്, ഇവരെല്ലാവരും ഇപ്പോൾ ഇവർക്ക് ലാപ്ടോപ്സ്, ഇവരുടെ പല പല പ്രൊഡക്ട്സിന് ഈ പറയുന്ന റാം വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞ 3 വലിയ പ്ലേസ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ ആവശ്യമില്ല, അവർക്ക് പൈസ കൂടുതൽ കിട്ടുന്നത് AI നിന്നാണ്. അപ്പോൾ നമ്മളുടെ ചൈനീസ് മെമ്മറീസ് ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് നമ്മളുടെ ലാപ്പിലും കാര്യങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ചൈനയുടെ മെമ്മറി, ചൈനയുടെ ഫോണൊക്കെ നമ്മൾ കുറേ മോഡൽസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നല്ല അടിപൊളിയാണ്, ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ചൈനീസിലുണ്ട്, ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമില്ല, ഇത് പണ്ട് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചൈനീസ് മെമ്മറി മേക്കേഴ്സും നമ്മളുടെ ഈ വലിയ ഈ HP, സാംസങ്, ഇവർ പണ്ടും ട്രൈ ചെയ്തിട്ട് ഒരുപാട് എഗ്രിമെൻറ്റ്സിലും കാര്യത്തിലും ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആ ഒരു രീതിയിൽ ഇഷ്യൂസ് വന്ന കാരണം അവരത് വലിയ ഇൻട്രസ്റ്റ് എടുത്ത് മുന്നോട്ട് വന്നില്ല. അപ്പോൾ ഒരുപാട് ടോക്കുകൾ ബ്രേക്ക് ആയതാണ്. അപ്പോൾ വീണ്ടും ആ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഈ റാം എന്ന് പറയുന്ന സംഭവം എല്ലാത്തിനും വേണം, കമ്പ്യൂട്ടറിന് മാത്രമല്ല. നമ്മളുടെ മൊബൈൽ ഫോണ്, ഈ വൈഫൈ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെമ്മറി കാൽക്കുലേറ്റ് ചെയ്ത് കളവ്, ഇതെല്ലാ സംഭവം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്മാർട്ട് ഫ്രിഡ്ജിന്, നിങ്ങളുടെ വാഷിംഗ് മെഷീൻ, എനിക്കറിയില്ല, ചിലപ്പോൾ AC-ക്ക്, ഇത് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ലെവൽ ഓഫ് ടെക്നോളജി അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെമ്മറി സംഭവങ്ങൾ അതിൻ്റെ അത് വേണം, റാം വേണം. ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത് ചൈനീസ് സംഭവങ്ങൾ ആയിരിക്കും. അപ്പോൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് DDR5 മോഡ്യൂൾസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ചൈനയുടെ ആ ഒരു ഹെൽപ്പോട് കൂടി ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതുവരെയുള്ള അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ചൈനീസ് കമ്പനീസ് ഒറ്റയടിക്കാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഈ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം കഴിയണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവന് വലിയൊരു ഫണ്ട് തന്നെ വേണം. അതായത് ഈ IPO എന്ന് പറയുന്ന പോലത്തെ ഉള്ള ഒരു ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് ആണെന്ന് തോന്നുന്നു. അതായത് ഫണ്ട് ഷെയർ മാർക്കറ്റ് വഴി അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് വഴി ഫണ്ട് കളക്ട് ചെയ്തിട്ട് പ്ലാൻ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഇന്നത്തെ ഈ ന്യൂസ് വന്നു എന്ന് കരുതിക്കൊണ്ടിട്ട് ഈ വർഷം അവസാനം ഈ പ്രശ്നം തീരുന്നു എന്നില്ല, എന്നാൽ പോലും മിനിമം ഒരു 3 വർഷമെങ്കിലും എടുക്കും ഈ ഒരു ഇഷ്യൂസ് തീരാൻ. അപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത് റാമിൻ്റെ പ്രൈസസ് ഈ അടുത്തെങ്ങും താഴത്തേക്ക് വരാൻ വേണ്ടി പോകുന്നില്ല. PC പണിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ പോയി അറ്റ്ലീസ്റ്റ് ഈ സംഭവങ്ങളെങ്കിലും, ഈ ഗ്രാഫിക് കാർഡ്, റാം, മെമ്മറി, ഇതെല്ലാം എങ്കിലും മേടിച്ചു വെക്കുക. അടുത്ത ടെക് ന്യൂസ് എന്ന് പറയുന്നത് വീണ്ടും എൻവിഡിയയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതും വലിയ ഗുണമുള്ള, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല. വേറൊന്നുമല്ല, നിങ്ങളൊരു പക്ഷേ RTX 50 സീരീസിൻ്റെ സൂപ്പർ സീരീസ് ഗ്രാഫിക് കാർഡ് വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അത് ഈ വർഷം സംഭവിക്കാൻ പോകുന്നില്ല. ഈ വർഷവുമല്ല, അടുത്ത വർഷം സംഭവിക്കാൻ പോകുന്നില്ല. കാരണം DRAM-ൻ്റെ പ്രൈസ് ഒന്നും വെച്ചിട്ട് ഈ ഒരു മെമ്മറി ഇപ്പോൾ ഒരു സമയത്ത് ഈ ഒരു മാർക്കറ്റിൽ ഈ പ്രൈസിൽ വെച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഒരാളും മേടിക്കാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, അപ്പോൾ അടുത്ത ജനറേഷൻ കാർഡ് ചിലപ്പോൾ വരുമായിരിക്കുമല്ലോ. അപ്പോൾ അടുത്ത ജനറേഷൻ്റെ കാർഡിൻ്റെ പേര് നമ്മളുടെ RTX-ൻ്റെ എൻ്റെ പേര് റോബിൻ എന്നാണ്. റൂബിൻ എന്നാണ്. RTX 60 സീരീസിൻ്റെ കാർഡിൻ്റെ പേര് റൂബിൻ എന്നാണ്. അപ്പോൾ ഈ ഒരു കാർഡ് ആക്ച്വലി പ്ലാൻ ചെയ്തിരുന്നത് 2027-ലാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അതും നടക്കാൻ പോകുന്നില്ല, അതും ഡിലേ ആകും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കൺസ്യൂമർ GPUയുടെ ഭാഗത്തേക്ക് എൻവിഡിയ ഈ വർഷം ഒരു GPU ഇറക്കുന്നില്ല. പോരാത്തതിന് അടുത്ത ജനറേഷൻ കാർഡുകളായിട്ടുള്ള 60 സീരീസിൻ്റെ, റൂബിൻ സീരീസിൻ്റെ ഗ്രാഫിക് കാർഡുകളുടെ ലോഞ്ചും നല്ല രീതിയിൽ ഡിലേ ആക്കിയിട്ടുണ്ട്.
ഒരു പക്ഷേ RTX 50 സീരീസിൻ്റെ ഗ്രാഫിക് കാർഡ് ആയിരിക്കാം ഇത്രയും നാൾ ഇറങ്ങിയതിൽ വെച്ചിട്ട് നീണ്ടു നിൽക്കാൻ വേണ്ടി പോകുന്ന ഒരു ഗ്രാഫിക് കാർഡിൻ്റെ ജനറേഷൻ, ഈ ഒരു റാമിൻ്റെ പ്രൈസസ് കാരണം. അപ്പോൾ ഇതും അത്ര സുഖകരമായിട്ടുള്ള കാര്യങ്ങളല്ല. ആക്ച്വലി ഈ സെസ്സിൻ്റെ 2026 ഈ CESലാണ് ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി സൂപ്പർ സീരീസിൻ്റെ കാര്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മിണ്ടിയത് പോലുമില്ല. അപ്പോൾ അതോടുകൂടി ഈ ഒരു പരിപാടി, അതായത് ഈ ജനറേഷൻ പുതിയ കൺസ്യൂമർ GPU അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ CPU മറന്നേക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കാം, സൂപ്പർ സീരീസ് ഈ ജനറേഷനിലെ വല്ല 5070 5070 Ti മാത്രമായിരിക്കും നല്ലൊരു കാർഡ്. അപ്പോൾ എനിക്കത് സീരീസ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, പുതിയ GPU വരാത്തതോടുകൂടി ഈ ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് തന്നെ ഉള്ളൂ. ഇനി ഇവർ പുതിയ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യത ഞാൻ കാണുന്നില്ല. ഫുൾ ഫോക്കസ് AI ആയിരിക്കാം. പേരിന് വേണ്ടി കുറച്ച് സ്റ്റോക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് ഒടുക്കത്തെ ഡിമാൻഡ് ഉള്ളത് കാരണം അതും പ്രൈസ് നല്ല രീതിയിൽ കയറിയിരിക്കാം. അപ്പോൾ സംഭവിക്കാൻ പോണ വേറൊന്നുമല്ല, മാർക്കറ്റിൽ GPU ആവശ്യത്തിന് ഉണ്ടാവില്ല, പ്രൈസ് നല്ല രീതിയിൽ കയറും, പുതിയ GPU ഒരിക്കലും വരുന്നില്ല. അപ്പോൾ യൂസ്ഡ് മാർക്കറ്റ് ഇനിയും വരാൻ വേണ്ടി പോകുന്ന ഗോൾഡ് മൈൻ ആയിരിക്കാം. അതായത് വേറെ നമ്മളുടെ PC ഗെയിമിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് കുറഞ്ഞേക്കാം. നേരത്തെ പറഞ്ഞ പോലെ 8GB ഗ്രാഫിക് കാർഡൊക്കെ പവർഫുൾ ആയിട്ടുള്ളൊരു ഗ്രാഫിക് കാർഡായി ഇനി അടുത്ത 5 വർഷത്തിൽ മാറിയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് NVIDIAയുടെ ഭാഗത്ത്. അപ്പോൾ ഇനി കുറച്ച് ഫ്രഷ് ന്യൂസ് ആകാം. DRAMൻ്റെ പ്രൈസസ് ഇനിയും മുന്നോട്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ടെക് കമ്പനീസ് എല്ലാം നമ്മുടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള സാംസങ്, SK ഹൈനക്സ്, മൈക്രോൺ, ഈ 3 കമ്പനികളായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് ഇത്ര മെമ്മറി വേണം എന്നുള്ളൊരു കോൺട്രാക്റ്റ് അല്ല, മറിച്ച് ഞങ്ങൾക്ക് നിങ്ങൾ റാം തന്നം എന്നുള്ള രീതിയിൽ കോൺട്രാക്റ്റ്. കാരണം പണ്ട് ഇവരുടെ കോൺട്രാക്റ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തേക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു, എല്ലാ 3 മാസവും പ്രൈസ് മാർക്കറ്റ് ചേഞ്ച് അനുസരിച്ച് അവർ ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DRAMൻ്റെ പ്രൈസ് എല്ലാം നല്ല രീതിയിൽ കയറിയും ഇറങ്ങിയിട്ടില്ല, കയറി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ 3 മാസത്തിലും അവർ ഇവാലുവേറ്റ് ചെയ്യുന്നു. 3 മാസത്തെ കോൺട്രാക്റ്റ് വെച്ചിട്ട് വളരെ അതിനിടയിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രൈസാണ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ വലിയ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 കമ്പനീസ് മാക്സിമം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ്. കാരണം ഇവരുടെ വിശ്വാസപ്രകാരം ഡിമാൻഡ് കൂടി തന്നെ വരുവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പ്രൈസ് കുറയുന്ന ഓർത്ത് ടെൻഷനില്ല. അപ്പോൾ നമ്മളെപ്പോലെയുള്ള നോർമൽ ആൾക്കാരുടെ അടുത്തുനിന്ന് സ്റ്റഡി ഡിമാൻഡ് കിട്ടാത്തത് കൊണ്ടിട്ട് തന്നെ അവരിപ്പോൾ ഈ ഒരു AI കമ്പനീസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ AI കമ്പനീസും ഈ ഒരു കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് എല്ലാവരെയും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ആ ഒരു സ്റ്റഡി സപ്ലൈ അവർക്കും കിട്ടണം, അവരുടെ AI കമ്പനീനെ ആ ഒരു രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രൈസ് വീണ്ടും കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് താഴത്തേക്ക് വരാനായിട്ട് യാതൊരുവിധ കാരണവുമില്ല. ഈ പറഞ്ഞിട്ടുള്ള മറ്റുള്ള എല്ലാ മാനുഫാക്ചേഴ്സും അവർക്കും പേടിയുണ്ട്. കാരണം ഇവരിപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ഒപ്പം ഞാൻ നിൽക്കാൻ വേണ്ടി തയ്യാറാകാൻ വേണ്ടി പോകണം. നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് കൺസ്യൂമേഴ്സാണ് വലുത്, അവരുടെ ഡിമാൻഡ് എന്ന് നിലനിൽക്കും എന്നുള്ള ആ ഒരു റിസ്ക് പോലും എടുക്കാനായിട്ട് അവർക്ക് പേടിയാണ്. കാരണം AI ബൂം എന്ന് പറയുന്ന സംഭവം എത്ര നാൾ നിൽക്കും എന്ന് അറിയില്ല. പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ അടുത്ത 3-5 വർഷത്തേക്ക് ഇത് കൂടി തന്നെ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അവരും വേറെ ഓപ്ഷൻ ഇല്ലാതെ കൺസ്യൂമേഴ്സിനെ ഉപേക്ഷിച്ചിട്ട് ഈ വലിയ കമ്പനികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് വീണ്ടും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ PC ഗെയിമിംഗ് എന്നുള്ള സംഭവം, ഈ ഒരു എക്സ്പെൻസീവ് ഹാർഡ്വെയർ ഗെയിമിംഗ് എന്നുള്ള സംഭവത്തെക്കുറിച്ച് മാറ്റിയിട്ട് ചിലപ്പോൾ കൺസോൾസ് കയറിക്കൊണ്ടിരിക്കും. കൺസോൾസിൻ്റെ കാര്യം വേറൊരു ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ശോകമാണ് ഗൈസ്. റാമിൻ്റെ പ്രൈസ് ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോൾ കുറയുമെന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദുഃഖ വാർത്ത, അടുത്ത 3 വർഷത്തേക്ക് ഇത് വലിയ മെച്ചമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. PC ഹാർഡ്വെയറിൽ ഇത്രയും കഥകളൊക്കെ കേട്ടിട്ട്, ദുരന്ത വാർത്തകളൊക്കെ കേട്ടിട്ട് അപ്പോൾ നിങ്ങൾ ഓർത്തിട്ടുണ്ട് അപ്പോൾ കൺസോളിൻ്റെ വളർച്ച നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ള രീതിയിൽ. അപ്പോൾ സംഭവം അങ്ങനെയല്ല ഗൈസ്. PlayStation 5 കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2024 Q3 ആ 3ാമത്തെ ക്വാർട്ടർ ആയപ്പോഴേക്കും 15.7 മില്യൺ യൂണിറ്റ്സാണ് അവർ ഷിപ്പ് ചെയ്തത്. അത് 2005 വരുമ്പോഴേക്കും 14.4 മില്യണായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മറ്റു പറയുകയാണെങ്കിൽ 8.3% യൂണിറ്റ്സ് കുറവാണ് അവർ ഈ വർഷം വിറ്റിരിക്കുന്നത്. അത് യൂഷ്വലി അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല. കാരണം PlayStation ഇറങ്ങിയിട്ട് ഇപ്പോൾ അത്യാവശ്യം വർഷങ്ങളായി. അപ്പോൾ ഇനി കൂടുതൽ വരുന്നതോറും ഡിമാൻഡ് കുറഞ്ഞേ വരുള്ളൂ. കാരണം അടുത്ത ജനറേഷൻ വരുന്നത് വലിയ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയല്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സോണി, അതായത് PlayStation പൈസ ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് കൺസോളിലൂടെ അല്ല. അതെല്ലാവർക്കും അറിയാം. സോണി ഓൾമോസ്റ്റ് നഷ്ടത്തിൽ തന്നെയാണ് കൺസോൾ വിൽക്കുന്നത്. അവർ ഈ വർഷത്തെ ഗെയിമിങ്ങിൻ്റെ റവന്യൂ, അതായത് ഗെയിമിംഗ് വിറ്റതിൻ്റെ ആ ഒരു റവന്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 97.2 മില്യൺ യൂണിറ്റ്സ് ആണ് അവർ ഗെയിമിംഗ്, അതായത് PS4 PS5 പ്ലസ് ഗെയിംസ് വിറ്റത്.
അതായത് അതിന് മുമ്പത്തെ വർഷത്തെ കണക്ക് വെച്ച് നോക്കാൻ നേരത്ത് 1.4% കൂടുതൽ യൂണിറ്റ്സ് വിറ്റിട്ടുണ്ട്. അപ്പോൾ അവരുടെ റവന്യൂ കൂടിയിട്ടുണ്ട് ആ ഒരു കണക്കിൽ. അപ്പോൾ സോണിയെ പിടിച്ചു നിർത്തുന്ന അവരുടെ സ്വന്തം സോണി ഇൻട്രാക്റ്റീവും നമ്മളുടെ ഈ ഇടക്കിറങ്ങിയ ഗോസ്റ്റ് ഓഫ് സുഷീമയുടെ ആ ഒരു സെയിം സക്കർ പഞ്ചാണോ, സക്കർ ഡെവലപ്മെൻറ്റ്, ആ ഒരു കമ്പനി സോണി ഇൻട്രാക്റ്റീവായിട്ട് ഇറക്കിയ ആ ഒരു ഗെയിം നമ്മളുടെ ഗോസ്റ്റ് ഓഫ് യോട്ടായി എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ഗെയിമിൽ നിന്നാണ് അവരുടെ നല്ല രീതിയിലുള്ള റവന്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗെയിം നല്ല രീതിയിൽ സോണീനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ DLC കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇത് കൺസോളിൻ്റെ മറ്റൊരു സൈഡാണ്. അവരുടെ ഹാർഡ്വെയർ വിൽക്കുന്നത് നഷ്ടത്തിലും തിരിച്ച് ആ ഒരു നഷ്ടം നികത്തുന്നതും നല്ല നല്ല ഗെയിംസ് ഇറക്കിക്കൊണ്ടിട്ടാണ്. ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട് പതുക്കെ പ്ലേ സ്റ്റേഷനിലേക്ക് മാറാം എന്നുള്ള രീതിയിൽ. കാരണം ഗോസ്റ്റ് ഓഫ് യൂട്ടൈ പോലുള്ള ഗെയിമുകൾ GTA 6 വരാൻ വേണ്ടി പോകുന്നു. ഇതെല്ലാം കൺസോളിൽ മാത്രമാണ് അവൈലബിൾ. നല്ല രീതിയിൽ ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി 2 തവണ പ്ലേ സ്റ്റേഷൻ മേടിച്ചിട്ട് 2 തവണ തിരിച്ചയച്ചതാണ്. കാരണം ഇത് നമ്മൾ ഈ PC ഗ്രാഫിക്സ് കണ്ടു കഴിഞ്ഞതിന് ശേഷം സെയിം ഗെയിം നമ്മൾ പ്ലേ സ്റ്റേഷനിൽ റൺ ചെയ്യാൻ നേരത്ത് നമുക്ക് വളരെ പെട്ടെന്ന് ആ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് 2 തവണ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഞാൻ തിരിച്ചയച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇനി പതുക്കെ GTA 6 ഒക്കെ വരാൻ വേണ്ടി പോകണമല്ലേ, അപ്പോൾ ആ ഒരു ഇതിലേക്ക് പോകണം. അപ്പോൾ പ്ലേ സ്റ്റേഷൻകാരുടെ കൺസോളിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഹാർഡ്വെയർ അവരുടെ സെയിൽസ് കോപ്പീസ് കുറവാണെങ്കിൽ പോലും ഗെയിംസിലൂടെ നല്ല ഗെയിംസ്, അതായത് വെറുതെ ഗെയിംസ് ഉണ്ടാക്കി വിറ്റു എന്നല്ല, നല്ല ക്വാളിറ്റിയുള്ള ഗെയിംസ് ഉണ്ടാക്കിയിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട്. നല്ലൊരു വേ ഓഫ് ബിസിനസ്. പിന്നെ അവസാനമായിട്ടൊരു ഗെയിമിംഗ് വാർത്തയാണ്. ക്രിംസൺ ഡെസേർട്ട്, ആ ഒരു ഗെയിം 2 മില്യൺ ആൾക്കാരാണ്, 2 മില്യണോളം ആൾക്കാരാണ് വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ PC ഗെയിമിംഗ്, നമ്മുടെ കൺസോൾസ്, ഇവരെല്ലാവരും കൂടി 2 മില്യൺ ഓളം ആൾക്കാർ. അപ്പോൾ ഇപ്പോൾ തന്നെ അതിൽ നിന്ന് മേടിച്ച പകുതി ആൾക്കാർ ഗെയിം മേടിച്ചാൽ പോലും ആ ഗെയിം ഒരു സക്സസ് ആയി. അതായത് ഗെയിം ഇറങ്ങുന്നതിന് മുമ്പേക്ക് സക്സസ് ആയിട്ടുള്ള ഒരു ഗെയിം ആ 2 മില്യൻ്റെ ആ ഒരു ഹൈപ്പ് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് ഗൈസ്. കാരണം ഇത് നിങ്ങൾ വിച്ചർ 3 എന്ന് പറഞ്ഞ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്പൺ വേൾഡ്, ആ ഒരു സ്റ്റൈൽ, പിന്നെ പണ്ടത്തെ ഈ സ്കൈറിം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക മിഡീവിയൽ ഫാൻറ്റസി ആണ് ഈ പറഞ്ഞ ഈ സ്കൈറിമോ അല്ലെങ്കിൽ ഈ വിച്ചർ 3 എന്ന് പറയുന്നത് മിഡീവിയൽ ഫാൻറ്റസി ആ ഒരു സംഭവം. അതോടൊപ്പം തന്നെ ഇവർ സയൻസ് ഫിക്ഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സമയം നിങ്ങൾക്കൊരു ഞാൻ ട്രെയിലറിൽ കണ്ടാണ് റോബോട്ട് പോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ അപ്പുറം തന്നെ ഒരു ഡ്രാഗനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്പൺ ഏരിയ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര നാൾ നമ്മൾ കണ്ടത് മിഡീവിയൽ ഫാൻറ്റസി മിത്തുകൾ, ആ ഒരു സംഭവം. ഇതിനോടൊപ്പം തന്നെ പ്ലസ് ഈ ക്രിംസൺ ഡെസേർട്ട് എന്ന് പറയുന്ന ഗെയിം സയൻസ് ഫിക്ഷനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല. പക്ഷേ ട്രെയിലർ കണ്ടിട്ട് ഈ ഒരു 2 മില്യൻ്റെ ഹൈപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും 2 മില്യൻ്റെ ഹൈപ്പ് ഉണ്ട്. അപ്പോൾ അതോടുകൂടി ഈ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ടെക് ന്യൂസുകൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്കും എന്നെപ്പോലെ ഈ ഒരു സംഭവത്തിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അറിയേണ്ട ആഗ്രഹമുണ്ട്. അപ്പോൾ വളരെ വൈകാതെ തന്നെ ഞാൻ ഒരു PC ബിൽഡ് സംഭവം വ്ളോഗ് ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. അതായത് ഒരു ദിവസം ഒരു PC ബിൽഡ് ചെയ്യുന്ന കഥ. ഞാനിപ്പോൾ താമസിക്കുന്നത് ജർമ്മനിയിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ PC ഫ്ലിപ്പിംഗ് പരിപാടി ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് കണ്ടൻറ്റ് നിങ്ങൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഹെൽപ്ഫുൾ ആയിരിക്കാം. എങ്ങനെ ഈ PC ഫ്ലിപ്പിങ്ങിൽ തുടങ്ങി, അതായത് ഇനി അങ്ങോട്ട് പുതിയ പാർട്സ് വെച്ചിട്ട് വലിയ മെച്ചമുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വേണ്ടി നോക്കാൻ വേണ്ടി പോകുന്നത് യൂസ്ഡ് മാർക്കറ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മാർക്കറ്റും നമ്മൾ മനസ്സിലാക്കിയിട്ട് എങ്ങനെ ഈ ഒരു സംഭവം സീരിയസ് ആയിട്ട് എടുത്ത് എങ്ങനെ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഭാവി വരെ മാറിയേക്കാം. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഗീക്ക് ബോക്സ് TV എന്ന് പറയുന്ന ആ ഒരു ചാനൽ PC ബിൽഡിങ്ങിൻ്റെ സ്റ്റോറൊക്കെ ഉള്ള ബിസിനസ്സാണ്. അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു കോഴ്സൊക്കെ ഓഫർ തുടങ്ങിയെന്ന് തോന്നുന്നു. അതായത് PC ബിൽഡിംഗ് സംഭവങ്ങൾ എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിയിൽ. വളരെ നല്ല കാര്യം. നിങ്ങൾക്ക് നേരിട്ട് പോയി പഠിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് പോലെ, അതായത് പ്രാക്ടിക്കലോട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാനും ആ ഒരു രീതിയിലുള്ളൊരു കണ്ടൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പ്രോപ്പർ കോമ്പിനേഷൻ ഓഫ്, അതായത് മെറ്റ എന്ന് പറയുന്ന നല്ല പെർഫോമൻസ് കിട്ടുന്ന, നല്ല FPS കിട്ടുന്ന പ്രോപ്പറായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെ തിരഞ്ഞെടുക്കാം, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജേർണി നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.